അപ്പോൾ നമ്മളിന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത് ഡിവിഷണൽ പെർഫോമൻസ് മെഷർമെൻറ്റ് ടൂൾ എന്ന ചെറിയൊരു ടോപ്പിക്കാണ്. ഇവിടെ രണ്ട് വ്യത്യസ്തമായ ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡിവിഷൻ കമ്പനിക്കുണ്ടെങ്കിൽ അവരുടെ പെർഫോമൻസ് മെഷർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് ടൂളുകളാണ് ROI എന്ന് പറയുമ്പോൾ റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ്. അത് കാണാൻ ഒരു ഇക്വേഷൻ സെറ്റ് ചെയ്യുകയാണെങ്കിൽ റിട്ടേൺ ഡിവൈഡഡ് ബൈ ഇൻവെസ്റ്റ്മെൻറ്റ്. റിട്ടേൺ അതിനെ നമുക്ക് എന്ത് വിളിക്കാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നൊക്കെ വിളിക്കാം. ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ അസറ്റ് എന്നും പറയാം. ഇൻറ്റു 100 അടിച്ച് പെർസെൻറ്റേജിൽ എക്സ്പ്രസ് ചെയ്യാം. അടുത്താണ് റിസിജ്വൽ ഇൻകമാണ്. റിസിജ്വൽ ഇൻകം എന്ന് പറയുമ്പോൾ നമ്മൾ മിനിമം എക്സ്പെക്റ്റ് ചെയ്യുന്ന ഇൻകത്തെ കവച്ച് വയ്ക്കുന്ന എക്സ്ട്രാ ഇൻകമാണ്, അഥവാ പ്രോഫിറ്റ് ബിയോണ്ട് മിനിമം റിട്ടേണിൻ്റെ അപ്പുറത്തേക്ക് വരുന്നതാണ്. അപ്പോൾ ഇതിന് നമുക്കൊരു ഇക്വേഷൻ സെറ്റ് ചെയ്ത് നോക്കുകയാണെങ്കിൽ RI ഈസ് ഈക്വൽ ടു നമ്മുടെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് ഏതിൽ നിന്ന് കുറയ്ക്കാം? ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ്. അപ്പോൾ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഇൻകം എന്നൊക്കെ ക്വസ്റ്റ്യനിൽ പറയും. മൈനസ് ഏതാണ്? മൈനസ് മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം നമുക്ക് ROI കാണാം. ക്വസ്റ്റിൽ ROI കാണാൻ പറഞ്ഞിട്ടില്ല. എന്താ പറഞ്ഞിട്ടുള്ളൂ? റിസിജ്വൽ ഇൻകം പറഞ്ഞിട്ടുള്ളൂ. ഓക്കെ, അത്ര മാത്രം മതി. അപ്പോൾ ഇതിൽ എഴുതണം കമ്പ്യൂട്ട് ഏതാണ്? RI. അപ്പോൾ RI കാണുന്ന ഇക്വേഷൻ മുകളിൽ എഴുതിയിട്ടുണ്ട്, നേരെ അതിൽ അപ്ലൈ ചെയ്യാം. ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് ക്വസ്റ്റിൽ ഡയറക്റ്റ് തന്നിട്ടുണ്ട്. ഇവിടെ സെയിൽസിൽ നിന്ന് കോസ്റ്റ് ഓഫ് ഗുഡ്സ് സോൾഡ് ലെസ് ചെയ്തപ്പോൾ ഗ്രോസ് പ്രോഫിറ്റ് കിട്ടി. അതിൽ നിന്ന് സെല്ലിംഗ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ ലെസ് ചെയ്തപ്പോൾ ഓപ്പറേറ്റിംഗ് ഇൻകം കിട്ടി. ആ ഓപ്പറേറ്റിംഗ് ഇൻകം നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ഓപ്പറേറ്റിംഗ് പ്രോഫിറ്റ് എന്നൊക്കെ പറയുന്ന എമൗണ്ട് 48,000 ആണ്. മൈനസ് നമ്മൾ പ്രതീക്ഷിക്കുന്ന മിനിമം റിട്ടേൺ എങ്ങനെ കാണാം? ഓക്കെ, അപ്പോൾ അടുത്ത ഇക്വേഷനാണ് മിനിമം റിട്ടേൺ കാണാൻ, മിനിമം എക്സ്പെക്റ്റഡ് റിട്ടേൺ കാണാൻ നിങ്ങൾ എന്ത് ചെയ്താൽ മതി? നിങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ഇൻറ്റു നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ അപ്ലൈ ചെയ്താൽ മതി. നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് മിനിമം 12% എന്ത് ചെയ്യുന്നുണ്ട്? എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇൻവെസ്റ്റ്മെൻറ്റ് തന്നത് ഇവിടെ ഇങ്ങനെ തന്നിട്ടുള്ളത് ഓപ്പറേറ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാണ്. ഓപ്പറേറ്റിംഗ് അസറ്റിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും തന്ന സ്ഥിതിക്ക് എന്ത് ചെയ്യാം? ഞങ്ങളോട് പറഞ്ഞല്ലോ ഒരു സാധനം ചെയ്യാന്നുള്ളത്. ഓപ്പറേറ്റിങ്ങിൻ്റെ ഓപ്പണിംഗ് ഉണ്ട്, അതുപോലെ ഇതുണ്ട്, ക്ലോസിംഗ് ഉണ്ട്. ഇങ്ങനെ തരുമ്പോൾ ഇതിൻ്റെ ആവറേജ് എടുക്കണം. അപ്പോൾ എങ്ങനെയാണ് ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് എടുക്കുക? ആവറേജ് ഓപ്പറേറ്റിംഗ് അസറ്റ് ഈസ് ഈക്വൽ ടു 2,77,000 ഓപ്പണിങ്ങിലെ എമൗണ്ട് പ്ലസ് ഏതാ 3,23,000 ക്ലോസിങ്ങിൽ ഡിവൈഡ് ബൈ 2 അടിച്ചു കഴിഞ്ഞാൽ 3 lakh കിട്ടും. ഈ 3 lakhൻ്റെ നോർമൽ റേറ്റ് ഓഫ് റിട്ടേൺ 12% ഉണ്ട്. എത്ര വരും? 36,000 വരും. ഈ 36,000 ഇവിടെ കൊണ്ടുപോയിട്ടിട്ടാൽ നമുക്ക് എന്ത് കിട്ടും? RI കിട്ടും. എത്രയാണ്? 12,000.